7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ അമ്മയാണോ നിങ്ങൾ? ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. കുട്ടികൾക്ക് ഇടയ്ക്കിടെ ജലദോഷം തുമ്മലും വരുന്നത് സാധാരണമാണ്. എന്നാൽ മാതാപിതാക്കൾ ഭയപ്പെടേണ്ടതില്ല. തുടർച്ചയായ തുമ്മൽ, വെള്ളം പോലെ മൂക്കൊലിപ്പ്, മൂക്കടഞ്ഞ് കിടക്കാനും ഉറങ്ങാനും ബുദ്ധിമുട്ട്, ചെറിയ പനി തുടങ്ങിയവയാണ് സാധാരണ ലക്ഷണങ്ങൾ. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം, വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അലർജി ഇതൊക്കെയാണ് പ്രധാനമായും കാരണമായി വരുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കുടിക്കുന്ന പ്രായത്തിലാണെങ്കിൽ മൂക്കടഞ്ഞു കഴിഞ്ഞാൽ പാൽ വലിച്ചു കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിച്ച് ഇത്തരം ബുദ്ധിമുട്ടുകൾ വളരെ വേഗത്തിൽ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. ഹോമിയോപ്പതിയിൽ എന്താണ് പ്രത്യേകത? ലക്ഷണങ്ങൾ ഓരോ കുട്ടിയിലും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയിലും തിരഞ്ഞെടുക്കുന്ന മരുന്നുകളും വ്യത്യസ്തമായിരിക്കും. പെട്ടെന്ന് കാറ്റു തട്ടിയുണ്ടായ ജലദോഷം, വെള്ളം പോലെയുള്ള മൂക്കൊലിപ്പ്, പനിയോടുകൂടിയ ജലദോഷം, രാത്രിയിൽ കൂടുതൽ മൂക്കടപ്പ്, ഇങ്ങനെയുള്ള ഓരോ കുട്ടിയിലുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ നോക്കിയാണ് മരുന്ന് തിരഞ്ഞെടുക്കുന്നത്. വീട്ടിൽ ചെയ്യേണ്ടത് എന്തൊക്കെയെന്ന് വെച്ചാൽ മതിയായ വിശ്രമം, ചെറു ചൂടുള്ള ഭക്ഷണവും പാനീയങ്ങളും, ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക, നല്ല വായുസഞ്ചാരമുള്ള റൂമിൽ കിടക്കുക തുടങ്ങിയവയാണ്. ശ്രദ്ധിക്കുക, പനി 3 ദിവസത്തിൽ കൂടുതൽ തുടരുകയോ കുട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടാവുകയോ ചെയ്താൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ സേവനം തേടുക. സാധാരണ ജലദോഷം ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ശരിയായ ചികിത്സ ശരിയായ സമയത്ത് നൽകുന്നത് വളരെ പ്രധാനമാണ്.